അതെ, കുഞ്ഞാടിന്റെ കഥ ഓർമ്മയില്ലേ? ബേലയുടെ കുഞ്ഞാടിനെ ഒരിക്കൽ ചതിയൻ കുറുക്കൻ കെണിയിലാക്കിയതും, ബുദ്ധിപൂർവം വന്ന കുഞ്ഞാട് കുറുക്കനെ കുഴിയിൽ വീഴ്ത്തിയതും, അപ്പോൾ ബേലയും നായ്ക്കളും വന്ന് കുഞ്ഞാടിനെ രക്ഷിച്ചതും ഓർമ്മയില്ലേ? എന്നാൽ അന്ന് കുഴിയിൽ വീണുപോയ കുറുക്കൻ പ്രതികാരം ചെയ്യാൻ വരുന്നതാണ് പുതിയ കഥ. ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണേ. അപ്പോൾ തുടങ്ങാം. കുഴിയിൽ വീണ് കാലൊടിഞ്ഞ് നാണം കെട്ട് കാട്ടിലേക്ക് മടങ്ങിയ കുറുക്കന്റെ മനസ്സിൽ കന്നലെരിയും പോലെ പ്രതികാര ചിന്ത ആളിക്കത്തുകയായിരുന്നു. ബേലയോടും കുഞ്ഞാടിനോടും അവന് കടുത്ത ദേഷ്യം തോന്നി. എന്നെ പറ്റിച്ച ആ മണ്ടിയായ കുഞ്ഞാടിനെയും എന്നെ പരിഹസിച്ച ബേലയെയും ഞാൻ വെറുതെ വിടില്ല. ഇതിനൊരു പ്രതികാരം ചെയ്യണം, കുറുക്കൻ മനസ്സിൽ ഉറപ്പിച്ചു. എന്നാൽ ബേലയുടെ നായ്ക്കളെ തനിയെ നേരിടാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അതിനായി അവൻ കാട്ടിലെ ക്രൂരനായ ഒരു പുലിയുടെ സഹായം തേടി. പുലിയുടെ അടുത്തെത്തി വണങ്ങി നിന്നുകൊണ്ട് കുറുക്കൻ പറഞ്ഞു, രാജാവേ, കുന്നിൻ ചെരുവിൽ നല്ല കൊഴുത്തുരുണ്ട ആടുകളുണ്ട്. അവിടുത്തെ കാവൽക്കാരെ പേടിച്ച് എനിക്കവയെ തൊടാൻ പറ്റില്ല. അങ്ങ് എന്നെ സഹായിച്ചാൽ ആ കൂട്ടത്തിലെ ഏറ്റവും സ്വാദുള്ള കുഞ്ഞാടിനെ ഞാൻ അങ്ങേക്ക് പിടിച്ചു നൽകാം. എനിക്ക് ആ ഇടയപ്പെണ്ണിനോട് പ്രതികാരം ചെയ്താൽ മാത്രം മതി. കൊഴുത്തുരുണ്ട ആടെന്ന് കേട്ടപ്പോൾ പുലിയുടെ വായിൽ വെള്ളമൂറി. അവൻ കുറുക്കന്റെ കെണിയിൽ വീണു. ശരി, നാളെ തന്നെ ആ ആടിനെ നീ എന്റെ മുന്നിലെത്തിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തിന്നും, പുലി ഗർജിച്ചു. അതേസമയം കുന്നിൻ ചെരുവിലെ വീട്ടിൽ ഇപ്പോൾ ബേലയ്ക്ക് കൂട്ടിനായി അവളുടെ അനിയൻ ലിയോ കൂടി ഉണ്ടായിരുന്നു. ധീരനും മൃഗങ്ങളെ ജീവനു തുല്യം സ്നേഹിക്കുന്നവനുമായിരുന്നു ലിയോ. കുഞ്ഞാട് ലിയോയുമായി നല്ല ചങ്ങാത്തത്തിലായിരുന്നു. രാവിലെ പതിവ് പോലെ ബേലയും ലിയോയും ആടുകളുമായി താഴ്വരയിലേക്ക് പുറപ്പെട്ടു. കുഞ്ഞാട് ലിയോയെ തൊട്ടുരുമി സന്തോഷത്തോടെ നടന്നു. ലിയോ അവന്റെ മൗത്ത് ഓർഗൻ എടുത്ത് മനോഹരമായി വായിക്കാൻ തുടങ്ങി. ബേല ആ താളത്തിനൊത്ത് അതിമനോഹരമായി പാടി. താഴ്വാരം തളിർച്ചൂടി താരമേ താണു നീ, തിങ്കളേ നിന്നെ തേടി ഞാനീ പകലിലും. താഴ്വരയിൽ ആടുകൾ മേയുന്നതിനിടെ കാട്ടുപൊന്തയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന കുറുക്കനും പുലിയും അവരെ നിരീക്ഷിക്കുകയായിരുന്നു. മേഞ്ഞു നടക്കുന്ന ആടുകളെ കണ്ടപ്പോൾ പുലിക്ക് വലിയ സന്തോഷമായി. കുറുക്കൻ തന്നെ പറ്റിച്ചതല്ലെന്ന് പുലിക്ക് മനസ്സിലായി. കുറുക്കൻ പുലിയോട് മന്ത്രിച്ചു, ദാ ആ കാണുന്നതാണ് കുഞ്ഞാട്. ഞാൻ അതിനെ സൂത്രത്തിൽ ഇങ്ങോട്ട് ആകർഷിക്കാം. അങ്ങ് അതിനെ പിടിച്ചോളൂ. എന്നിട്ട് ആ ഇടയപ്പെണ്ണിനെ ഒന്ന് പേടിപ്പിക്കാൻ എന്നെ സഹായിക്കണം. കുറുക്കൻ പതുക്കെ പതുങ്ങി പതുങ്ങി കുഞ്ഞാടിന്റെ മുന്നിലേക്ക് ചെന്നു. വീണ്ടും കുറുക്കനെ കണ്ടതും കുഞ്ഞാട് ഭയന്നു വിറച്ചു. കുറുക്കൻ കരയുന്ന ഭാവത്തിൽ പറഞ്ഞു, കുഞ്ഞാടേ, എന്നോട് ക്ഷമിക്കൂ. അന്ന് പറ്റിയ അപകടത്തിൽ എന്റെ കാലുകൾ തളർന്നു പോയി. എനിക്ക് നടക്കാൻ വയ്യ. ദാ ആ പൊന്തയ്ക്കപ്പുറം നല്ല മധുരമുള്ള കാട്ടുപഴങ്ങളുണ്ട്. എന്നെ അവിടെ ഒന്ന് എത്തിക്കാൻ സഹായിക്കുമോ? ഞാൻ സത്യം ചെയ്യുന്നു, ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. എന്നാൽ ഇത്തവണ
ദൂരെന്ന് ലിയോയുടെ കണ്ണുകൾ കുറുക്കന്റെ മേൽ പതിഞ്ഞിരുന്നു. പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന പുലിയുടെ വാലും ലിയോ കണ്ടു. അപകടം മണത്ത ലിയോ തന്ത്രപൂർവം കുഞ്ഞാടിന്റെ അടുത്തേക്ക് നടന്നു. ലിയോ വരുന്നത് കണ്ട് കുറുക്കൻ പരിഭ്രാന്തനായി. അവൻ പുലിയോട് വേഗം കുഞ്ഞാടിന് മേൽ ചാടി വീഴാൻ ആജ്ഞാപിച്ചു. ദാ നിൽക്കുന്നു അങ്ങേക്കുള്ള ഇര, പിടിച്ചോളൂ. എന്നിട്ടവൻ വേഗം പൊന്തക്കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ക്രൂരനായ പുലി കുഞ്ഞാടിന് നേരെ ചാടി വീണു. ഭയന്നു വിറച്ച കുഞ്ഞാട് ജീവനും കൊണ്ട് കാട്ടിലേക്ക് ഓടിമറയാൻ ശ്രമിച്ചു. പുലി കുഞ്ഞാടിന്റെ പിന്നാലെ പാഞ്ഞു. എന്നാൽ ധീരനായ ലിയോ ഒട്ടും ഭയക്കാതെ പുലിയുടെ മുന്നിലേക്ക് ചാടി വീണു. അവൻ തന്റെ സർവ്വ ശക്തിയും എടുത്ത് കടിയാണിവടി കൊണ്ട് പുലിയെ അടിച്ചു വീഴ്ത്തി. അപ്പോഴേക്കും വേട്ടനായ്ക്കൾ ഭൗ ഭൗ എന്ന് ഉഗ്രമായി കുരച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തി. പിന്നാലെ ബേലയും. നായ്ക്കളുടെ അപ്രതീക്ഷിത ആക്രമണത്തിലും ലിയോയുടെ ധീരതയ്ക്ക് മുന്നിലും പുലി പൂർണ്ണമായും ഭയന്നുപോയി. പുലി കാട്ടിലേക്ക് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ആ ഓട്ടത്തിനിടയിൽ വഴിയരികിൽ പമ്മി നിന്ന കുറുക്കനെ പുലി കണ്ടു. തന്നെ അപകടത്തിലാക്കിയ കുറുക്കനോട് പുലിക്ക് കടുത്ത ദേഷ്യം തോന്നി. എന്നെ ചതിച്ചു നായ്ക്കളുടെ മുന്നിലേക്ക് തള്ളിവിട്ട കള്ള കുറുക്ക, നിന്നെ ഞാൻ വെറുതെ വിടില്ല. പേടിച്ചരണ്ട കുറുക്കൻ ജീവനും കൊണ്ട് ഓടാൻ നോക്കി. പുലി കുറുക്കന്റെ കഴുത്തിനു പിടികൂടി ദൂരേക്കെറിഞ്ഞു. അപകടമെല്ലാം ഒഴിഞ്ഞപ്പോഴാണ് ബേലയും ലിയോയും ആ സത്യം മനസ്സിലാക്കിയത്. പേടിച്ചോടിയ കുഞ്ഞാട് അവിടെ എങ്ങുമില്ലായിരുന്നു. ബേലയും ലിയോയും കാട് മുഴുവൻ നടന്ന് കുഞ്ഞാടിനെ തിരഞ്ഞു. നേരം ഇരുട്ടി രാത്രിയായി തുടങ്ങിയിട്ടും കുഞ്ഞാടിനെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ രണ്ടുപേരും വല്ലാതെ പരിഭ്രാന്തരായി. പുലിയെ പേടിച്ചോടിയ കുഞ്ഞാട് കാട്ടിലെ ഒരു വലിയ പാറക്കൂട്ടത്തിനിടയിലെ ഇടുക്കിൽ ചെന്ന് കുടുങ്ങിപ്പോയിരുന്നു. അത് ഉച്ചത്തിൽ കരഞ്ഞു നിലവിളിച്ചെങ്കിലും പാറകളുടെ മറവിലായതിനാൽ ആ ഒച്ചയൊന്നും പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. കരഞ്ഞു കരഞ്ഞു തളർന്ന് ഒടുവിൽ അവിടെ ഇരുന്ന് മയങ്ങിപ്പോയി. കാട്ടിലെ ഇരുട്ടിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച ലിയോയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അവൻ തന്റെ അരയിൽ തിരികിയിരുന്ന മൗത്ത് ഓർഗൻ എടുത്ത് ചുണ്ടോട് ചേർത്തു. കാടിന്റെ നിശബ്ദത കീറിമുറിച്ചുകൊണ്ട് മനോഹരവും പരിചിതവുമായ ഒരു ഈണം ഒഴുകിയെത്തി. ആ ഒച്ച കേട്ടതും കുഞ്ഞാട് ഞെട്ടി ഉണർന്നു. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അടുത്തെവിടെയോ ഉണ്ടെന്ന് അതിന് മനസ്സിലായി. അത് തന്റെ സർവശക്തിയും സംഭരിച്ച് ഉച്ചത്തിൽ കരഞ്ഞു. ആ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ബേലയും ലിയോയും വേഗത്തിൽ ഓടിയെത്തി. പാറയിടുക്കിൽ കുടുങ്ങിക്കിടന്ന കുഞ്ഞാടിനെ പതിയെ പുറത്തെടുത്തു. തളർന്നുപോയ കുഞ്ഞാട് ലിയോയുടെ നെഞ്ചിൽ മുഖമമർത്തി നിന്നു. ബേല ഓടി വന്ന് അനിയനായ ലിയോയെ കെട്ടിപ്പിടിച്ചു. അവന്റെ ധീരതയെയും ബുദ്ധികൂർമ്മതയെയും അവൾ മനസ്സാ അഭിനന്ദിച്ചു. അന്നു തൊട്ട് ആ താഴ്വരയിൽ അവരെ ഉപദ്രവിക്കാൻ മറ്റൊരു മൃഗവും ധൈര്യപ്പെട്ടതേയില്ല.